ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് എൻ്റെ മെക്കാനിക്കൽ കീബോർഡ് വൃത്തിയാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് കോസ്മിക് ബൈറ്റിൻ്റെ അസ്ത്ര എന്ന് പറയുന്ന കീബോർഡാണ്. സ്വിച്ചസ് ഒക്കെ നമുക്ക് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, നല്ലോണം പൊടി പിടിച്ചാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞൊരു വലിയ ചടങ്ങാണ്. പക്ഷേ ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ കീ എല്ലാം നമ്മൾ പുള്ളി ചെയ്ത് എടുക്കണം. ഈ കീ റിമൂവ് ചെയ്യുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് വിചാരിച്ച് ക്യാമറ ഓണാക്കി വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞിട്ടുള്ള സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇത് വൃത്തിയാക്കിയിട്ടില്ല. ഇന്നത് വൃത്തിയാക്കണം. കീ റിമൂവ് ചെയ്തത് കാണിച്ചില്ലെങ്കിലും അതെങ്ങനെ ചെയ്തെന്ന് ഞാൻ പറയാം. അതിന് ഈ കീബോർഡിൻ്റെ കൂട്ടിൽ തന്നെ നമുക്കൊരു കീ ക്യാപ്പ്, കീ സ്വിച്ച്, ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ പോലത്തെ ഈ കാണുന്ന സാധനം കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അഴിക്കുന്നത്. രണ്ടറ്റത്തും ഓരോ യൂസിനുള്ളതാണ്. ഒന്ന് കീ ക്യാപ്പ് റിമൂവ് ചെയ്യാനും ഒന്ന് കീയുടെ സ്വിച്ച് റിമൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ കീയുടെ സ്വിച്ച് റിമൂവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ സ്വിച്ച് എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷേ ഞാൻ അതിൻ്റെ സ്ക്രൂ എല്ലാം കൂടെ അഴിക്കുന്നുണ്ട്. അഴിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, പക്ഷെ അഴിക്കുന്നുണ്ട്. ഈ സ്ക്രൂ എല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അത് നല്ലോണം തുടച്ച് വൃത്തിയാക്കണം. ഈ സമയത്ത് ഞാൻ ആ കീ ക്യാപ്പ് എല്ലാം പോയി കഴുകി എടുത്തുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ കീയുടെ സ്വിച്ച് ലൂബ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓയിലൊക്കെ ഉള്ളത് ഞാൻ അതിൽ നിന്ന് കീ സ്വിച്ചിൽ നിന്നും തുടച്ച് മാറ്റിയായിരുന്നു. പിന്നെ ഇനി ഇതെല്ലാം റീഅസംബിൾ ചെയ്യലാണ് പരിപാടി. ഇപ്പോൾ നമ്മൾ ആദ്യം സ്വിച്ച് നോക്കി വെക്കണം. ഇതിന് 2 ലെഗ്സ് ഉണ്ട്. ഓരോ സ്വിച്ചിനും കോപ്പറിൻ്റെ 2 ലെഗ് ഉണ്ട്. അപ്പോൾ അത് വളഞ്ഞു പോകാതിരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ അത് അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് കീയുടെ സ്വിച്ച് വെച്ചിട്ട്. പിന്നെ ഇനി നമ്മൾ കീയുടെ ക്യാപ്പും കൂടെ വെക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളെല്ലാ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കീബോർഡ് അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും ഇപ്പോഴത്തെ ലുക്കും തമ്മിലുള്ള ഡിഫറൻസ്. നല്ല വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. ബൈ.